മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. രാഹുൽ ഗാന്ധി ഹിന്ദു മതവിശ്വാസികളെ അപമാനിച്ചുകൊണ്ട് രംഗത്ത് എത്തിയിരിക്കുന്നു. അങ്ങേയറ്റത്തെ ഒരു നെറികേടാണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. All our mythological figures. Lord Ram was of that type, right? രാഹുൽ ഗാന്ധി പറഞ്ഞത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. എല്ലാം പുരാണ കഥാപാത്രങ്ങളാണ്. ശ്രീരാമൻ അക്കാലത്തെ ആളായിരുന്നു. ഇത്തരത്തിലാണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. ഇത് ഹിന്ദു മതത്തെ അങ്ങ് അപമാനിക്കലാണ് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ലാത്ത വിഷയം തന്നെയാണ്. ഭഗവാൻ ശ്രീരാമനെയാണ് ഒരു മിത്താണി എന്ന രീതിയിൽ, പുരാണങ്ങളിലെ ഒരു കഥാപാത്രം എന്ന രീതിയിലൊക്കെയാണ് വിളിച്ചു പറയുന്നത്. ഇത് അങ്ങേയറ്റത്തെ നെറികേടാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട. ഇത് ഹിന്ദു മതത്തെ അപമാനിക്കൽ തന്നെയാണ്. ഇത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഒരു ഉദാഹരണം മുന്നോട്ട് വെക്കുന്നത്. അള്ളാഹുവിനെ ഇതുപോലെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും, ഈ മുസ്ലിങ്ങളായിട്ടുള്ള ആർക്കെങ്കിലും അംഗീകരിക്കാൻ സാധിക്കുമോ? അതേപോലെ തന്നെയാണ് ഭഗവാൻ ശ്രീരാമനെ ഹിന്ദു മതവിശ്വാസികൾ കാണുന്നത്. അതേപോലെ തന്നെ പ്രവാചകനെ എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ അത് മുസ്ലിങ്ങൾക്ക് സഹിക്കാൻ സാധിക്കുമോ? അതേപോലെ തന്നെയാണ് ഹിന്ദു മതവിശ്വാസികൾ ഭഗവാൻ ശ്രീരാമനെ കാണുന്നത് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇവിടെ ഹിന്ദുത്വ ഭീകരതയാണ്, ഹിന്ദുത്വ പ്രശ്നമാണ്, അത്തരത്തിലൊക്കെ വിളിച്ചു പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് കൂടി മനസ്സിലാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം കൂടിയാണ് രാഹുൽ ഗാന്ധി ഈ നെറികേട് വിളിച്ചു പറഞ്ഞതിലൂടെ നമുക്ക് മുന്നോട്ട് വെക്കാൻ സാധിക്കുന്നത്. അതായത് ഈ രാഹുൽ ഗാന്ധി ഈ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ഹിന്ദു ഭൂരിപക്ഷ രാജ്യമാണല്ലോ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ നേരെ ഇറാനിലെത്തിയിട്ട്, മുസ്ലിം ഭൂരിപക്ഷമായിട്ടുള്ള ഇറാനിലെത്തിയിട്ട് ഇത് നേരെ ഇറാനിലെ എന്നല്ല, മതവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു നേതാവിനെ, അതേപോലെ തന്നെ അള്ളാഹുവിനേക്ക് എന്തെങ്കിലും പറഞ്ഞാൽ ഈ പറയുന്ന ഇറാനിൽ ഉടലിന്റെ മേലിൽ തലയുണ്ടാവുമോ? അഫ്ഗാനിസ്ഥാനിൽ, സിറിയയിൽ, പാകിസ്ഥാനിൽ, ബംഗ്ലാദേശിൽ എന്തായിരിക്കും അവസ്ഥ? പ്രവാചകനെ പറഞ്ഞാലും എന്തായിരിക്കും അവസ്ഥ? ഇത് ഗൾഫിലും നേരെ മറിച്ചൊന്നല്ല. ഇത് നേരെ സൗദി അറേബ്യയിൽ നിന്നോ, UAE-യിൽ നിന്നോ, ഖത്തറിൽ നിന്നോ, കുവൈത്തിൽ നിന്നോ, ഇത്തരം ഏതൊരു രാജ്യത്ത് നിന്നോ ഈ പറയുന്ന മുസ്ലിം മതവുമായി ബന്ധപ്പെട്ട് പ്രവാചകനെയോ അള്ളാഹുവിനെയോ എന്തെങ്കിലും ഇത്തരത്തിൽ പറഞ്ഞാൽ ജയിലിൽ അയക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഹിന്ദു ഭീകരതയാണോ ഈ രാജ്യത്ത് എന്നൊക്കെ പറയുന്ന ആളുകൾ ഇതൊക്കെ തന്നെ ഒന്ന് മനസ്സിലാക്കുക. ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട് അങ്ങേയറ്റത്തെ ഒരു അപമാനിക്കലാണ് ഇവിടെ രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ളത്. എന്നിട്ടും ഇവിടെയുള്ള ബോധമുള്ള സകല ആളുകളും, മതവിശ്വാസികളായിട്ടുള്ള ആളുകളും മുന്നോട്ട് വെക്കുന്നത് ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഇത് അങ്ങേയറ്റത്തെ ഊളത്തരമാണ്, നെറികേടാണ് രാഹുൽ ഗാന്ധി ചെയ്തത് എന്ന് മാത്രമാണ് ഈ രാജ്യത്തെ ഹിന്ദു മതവിശ്വാസികൾ ഉൾപ്പെടെ ബോധമുള്ള സകല മലയാളികളും, സകല ഈ രാജ്യത്തെ പൗരന്മാരും മുന്നോട്ട് വെക്കുന്നത്. ഹിന്ദുത്വ ഭീകരത പറയുന്നവരൊക്കെ തന്നെ ഇത് കേൾക്കുന്നില്ലേ? ഇതൊക്കെ തന്നെ സകലരും തിരിച്ചറിയുക. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ രാഹുൽ ഗാന്ധി ഇങ്ങനെ മറ്റേതെങ്കിലും മതത്തിലുള്ള ആളുകളെ കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ചോ പ്രവാചകനെ കുറിച്ചോ മറ്റേതെങ്കിലും ദൈവങ്ങളെ കുറിച്ചോ മറ്റേതെങ്കിലും മതത്തിലെ ആളുകളെ, പ്രവാചകനെ കുറിച്ചോ എന്തെങ്കിലും പറഞ്ഞതായിട്ട് നിങ്ങൾ ആരെങ്കിലും ഇന്നേ വരെയായിട്ട് കേട്ടിട്ടുണ്ടോ? ഇതേപോലെ പറഞ്ഞാൽ മതി. അതായത് ഇപ്പോൾ വലിയ ന്യായീകരണങ്ങളും ക്യാപ്സ്യൂളുകളൊക്കെ പല രീതിയിൽ ഇവിടെ ഇറക്കപ്പെടും. അപ്പോൾ അവരോടൊക്കെ തന്നെ ചോദിക്കാനുള്ളത്, പുരാണങ്ങളിലെ ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഒരു മിത്ത് എന്ന രീതിയിലൊക്കെയാണ് രാഹുൽ ഗാന്ധി ഭഗവാൻ ശ്രീരാമനെ മുന്നോട്ട് വെക്കുന്നത്. അതേപോലെ അപമാനിച്ചുകൊണ്ട് മറ്റേതൊരു മതത്തിലെയും ആരാധിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞാൽ ആ മതവിശ്വാസികൾക്ക് സഹിക്കാൻ സാധിക്കുമോ? ഏത് ക്യാപ്സ്യൂളുകൾ ഇറക്കിയാലും ഒരിക്കലും സാധിക്കൂല. അത് സകല ആളുകളും അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തെ നോക്കിക്കാണണം. രാഹുൽ ഗാന്ധി ചെയ്തിട്ടുള്ളത് അങ്ങേയറ്റത്തെ ഊളത്തരമാണ് എന്നുള്ളത് സകല ആളുകൾക്കും കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ രാഹുൽ ഗാന്ധിയൊക്കെ എന്തൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് ഒരു മതത്തിനു വേണ്ടിയിട്ട് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമുക്കറിയാം, പലസ്തീൻ ഗാസ വിഷയം വന്നാൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ചാടി വീണ് മനുഷ്യത്വത്തിന് വേണ്ടിയിട്ടൊക്കെ എന്തുമാതിരി എന്തൊക്കെ ചെയ്തു കൂട്ടിയിട്ടുണ്ട് ഇവിടെ.
ഈ പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധിയുടെ പെങ്ങളായിട്ടുള്ള പ്രിയങ്ക ഗാന്ധി, വയനാടിന്റെ MP, അവര് ബാഗ് പോലും, പലസ്തീൻ ബാഗ് പോലും ധരിച്ച് ലോക്സഭയിലേക്ക് ഓടിയിട്ടുണ്ട് മനുഷ്യത്വത്തെ കുറിച്ച്. രാഹുൽ ഗാന്ധിയൊക്കെ ഈ പലസ്തീൻ മനുഷ്യത്വം, ഗാസ മനുഷ്യത്വം ഒക്കെ നിരന്തരം വിളിച്ചു പറയും. എന്തിനു പറയാം? ഇത് മതത്തിന്റെ പേരിലല്ലേ? നിങ്ങൾ മതം നോക്കി തന്നെയാണ് ഗാസ വിഷയം ഉയർത്താറുള്ളത്. അല്ല മനുഷ്യത്വം എന്നൊന്ന് പറഞ്ഞ് ആരും ചാടി വീഴേണ്ട. കാരണം ലോകത്ത് ഒരുപാട് യുദ്ധങ്ങൾ ഗാസ ഈ പറയുന്ന പലസ്തീൻ വിഷയമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നടക്കുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യ. റഷ്യ യുക്രൈൻ വിഷയം ഉണ്ടായിട്ട് ഇതേപോലെ മനുഷ്യത്വം എന്ന് പറഞ്ഞു കോൺഗ്രസ് എന്തെങ്കിലും പ്രോഗ്രാം നടത്തിയിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും നടത്തിയില്ല. വലിയ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഐക്യദാർഢ്യ റാലി ആരാ നടത്തിയത്? മുസ്ലിം ലീഗാ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഐക്യദാർഢ്യ റാലി. ആ മുസ്ലിം ലീഗ് ഒക്കെ ഇപ്പൊ മുന്നണിയെ, കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നതിലേക്ക് എത്തിയോ എന്നുള്ളതല്ലേ ഈ പ്രസ്താവനയൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത്. എന്തിനാണ് ഒരു മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് അവർ ആരാധിക്കുന്ന ഭഗവാൻ ശ്രീരാമനെ തന്നെ ഇങ്ങനെ അപമാനിക്കുന്നത്? ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കൂല. പിന്നെ മറ്റൊരു കൂട്ടരുണ്ട്, അതായത് മതങ്ങളിലൊന്നും വിശ്വാസമില്ലാതെ എല്ലാ മതങ്ങളെയും ഒരേപോലെ മിത്താണെന്നും അതേപോലെയൊക്കെ എതിർക്കുന്ന ആളുകൾ. അവർക്ക് പോലും ഒരു അന്തസ്സുണ്ട് രാഹുൽ ഗാന്ധിയേക്കാൾ. കാരണം അവരെല്ലാത്തിനെയും എതിർക്കുന്നു, എല്ലാത്തിനെയും ഒരേപോലെ എതിർത്ത് സംസാരിക്കുന്നു. പക്ഷെ രാഹുൽ ഗാന്ധി എന്താ ചെയ്യുന്നത്? രാഹുൽ ഗാന്ധി നെറികേടാ ചെയ്യുന്നത്. മതം നോക്കിയിട്ട് ഗാസയെയും പലസ്തീനെയും പിന്തുണക്കും, മതം നോക്കിയിട്ട് വഖഫിനെ അനുകൂലിക്കും. രാഹുൽ ഗാന്ധിയെ പറഞ്ഞിട്ട് കാര്യമില്ല. വഖഫ് ഉണ്ടാക്കിയത്, വഖഫ് ബോർഡ് സംവിധാനങ്ങളും സകല അധിക അനാവശ്യ അവകാശങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് കോൺഗ്രസ് ആണ്. ഒരു മതത്തിന് ലോകത്ത് സകലരും തിരിച്ചറിയണം, ലോകത്തൊരു ജനാധിപത്യ രാജ്യത്തും ഇല്ലാത്ത രീതിയിലുള്ളൊരു വഖഫ് ബോർഡാണ് നമ്മുടെ രാജ്യത്തുള്ള. അധിക അനാവശ്യ അവകാശം മറ്റു മതങ്ങളിൽപ്പെട്ട ഒരു മതത്തിന് വേണ്ടിയാവുമ്പോൾ മറ്റു മതങ്ങളെ കുറിച്ച് തന്നെയാണ് ചർച്ചയോ. മതം പറഞ്ഞു എന്നൊന്നും ആരും ചാടി വീഴണ്ട. മറ്റു മതങ്ങളിൽപ്പെട്ട ആളുകളുടെ സ്ഥലം പോലും കൈവശപ്പെടുത്താനുള്ള അധിക അവകാശം പോലും ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് കോൺഗ്രസ്സാണ്. ആ രാഹുൽ ഗാന്ധിയിൽ നിന്ന് ഇതൊക്കെ ആളുകൾ, ബോധമുള്ള ആളുകൾക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അതാണ് വലിയ യാഥാർത്ഥ്യം. രാഹുൽ ഗാന്ധി ഈ ചെയ്തിട്ടുള്ളതൊക്കെ അങ്ങേയറ്റത്തെ നെറികേടാണ്. ഇതൊന്നും ഒരു ക്യാപ്സ്യൂളുമായിട്ട് ഒരാള് പോലും രംഗത്ത് വരേണ്ട. കാരണം ഇതൊക്കെ ബോധമുള്ള ജനത തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ ആയിട്ട് ആരെയാണ് പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഇതൊക്കെ യഥാർത്ഥ ഏതൊരു മതത്തിലെയും വിശ്വാസികൾക്ക് ഇതൊക്കെ യഥാർത്ഥത്തിൽ തീവ്ര ചിന്താഗതിക്കാർക്ക്, ജിഹാദികൾക്കൊക്കെ ഇതിലൊക്കെ ഒരു ആനന്ദം കണ്ടെത്താൻ സാധിക്കൂ. ബോധമുള്ള ഏതൊരു മതവിശ്വാസിയാണെങ്കിലും ഇത് എന്താണ് വിളിച്ചു പറയുന്നത്? ഇത് അത്ര നെറികേടാണ് വിളിച്ചു പറയുന്നത്. അത്തരത്തിലെ ചിന്ത വരൂ. ഈ ഒരു ഹിന്ദു ഭൂരിപക്ഷ രാജ്യത്ത് നിന്നുകൊണ്ട് ആ മതത്തെ തന്നെ തോന്നിയത് വിളിച്ചു പറഞ്ഞിട്ട് ഹീറോ പരിവേഷമാണോ രാഹുൽ ഗാന്ധി ലക്ഷ്യം വെക്കുന്നത്? എന്താണ് ഉദ്ദേശിക്കുന്നത്? അങ്ങേയറ്റത്തെ നെറികേട് തന്നെയാണ് രാഹുൽ ഗാന്ധി ചെയ്തിട്ടുള്ളത്. ഭഗവാൻ ശ്രീരാമനെയൊക്കെ ഇങ്ങനെ തോന്നിയത് വിളിച്ചു പറയുന്നത് ഒരിക്കലും ബോധമുള്ള ഒരു മനുഷ്യനും, ജാതി മതഭേദമന്യേ ഒരു മനുഷ്യനും ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് മുന്നോട്ട് വെക്കാനുള്ളത്.